ഇന്ന് ഒരിടത്തും മഴ അലർട്ടില്ല. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യത. കാലവർഷം ദുർബലമായെങ്കിലും ഇന്ന് കേരളത്തിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലബാർ തീരത്ത് ഉയർന്ന തിരമാലകൾക്കും സാധ്യതയുണ്ട്. ഇന്ന് ഒരു ജില്ലയിലും അലർട്ടില്ല. വയനാട് ദുരന്തത്തിന് ശേഷം സംസ്ഥാനത്ത് അലർട്ടില്ലാത്ത ദിനമാണിന്ന്. ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കുറവാണെങ്കിലും സാധാരണ ഇടത്തരം മഴ വരും ദിവസങ്ങളിൽ തുടരുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വയനാട് ദുരന്തം 5 ദിവസത്തെ ശമ്പളം നൽകാൻ സമ്മതം അറിയിച്ച സർക്കാർ ജീവനക്കാർ. വയനാട് ദുരിതബാധിതരെ സഹായിക്കാൻ സർക്കാർ ജീവനക്കാർ 5 ദിവസത്തെ ശമ്പളം നൽകാമെന്ന് സംഘടനകൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ അറിയിച്ചു. തവണകളായി നൽകാനുള്ള സൌകര്യം വേണമെന്നും നിർബന്ധിതമാക്കരുതെന്നും ജീവനക്കാർ ആവശ്യപ്പെട്ടു. ദുരിതബാധിതരെ സഹായിക്കുന്നതുമായി ബന്ധപ്പെട്ട സംഘടനാ നേതാക്കളെ മുഖ്യമന്ത്രി ചർച്ചയ്ക്കായി ക്ഷണിക്കുകയായിരുന്നു. ഒറ്റത്തവണയായി പണം നൽകാനോ 5-ലേറെ ദിവസത്തെ ശമ്പളം നൽകാനോ ആഗ്രഹിക്കുന്നവർക്ക് അതുമാകാമെന്നും സംഘടനകൾ പറഞ്ഞു. ആലപ്പുഴയിൽ തമിഴ്നാട് സ്വദേശി വെട്ടേറ്റ് മരിച്ചു. പ്രതി കസ്റ്റഡിയിൽ. ആലപ്പുഴ തുറവൂരിൽ തമിഴ്നാട് സ്വദേശി വെട്ടേറ്റ് മരിച്ചു. തമിഴ്നാട് വിരുദാചലം സാത്തുകുടൽ മിഡിൽ സ്ട്രീറ്റിൽ പളനിവേൽ പൊന്നുസ്വാമിയാണ് വെട്ടേറ്റ് മരിച്ചത്. 51 വയസ്സായിരുന്നു. തുറവൂർ മഹാക്ഷേത്രത്തിന് വടക്കുവശത്ത് തിങ്കളാഴ്ച രാത്രി 7:40-നാണ് കൊലപാതകം നടന്നത്. തുറവൂർ പഞ്ചായത്ത് 7-ാം വാർഡിൽ പുത്തൻതറ ഉണ്ണികൃഷ്ണനാണ് പളനിവേലിനെ വെട്ടിയതെന്ന് കുത്തിയതോട് പോലീസ് പറഞ്ഞു. തെങ്ങുകയറ്റ തൊഴിലാളിയാണ് ഉണ്ണികൃഷ്ണൻ. നെഞ്ചിൽ വെട്ടേറ്റ പളനിവേലിനെ തുറവൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. പളനിവേൽ ഏറെ നാളായി തുറവൂരിലും പരിസരത്തും കൂലിപ്പണിയെടുത്താണ് കഴിയുന്നത്. പ്രതി ഉണ്ണികൃഷ്ണനെ കുത്തിയതോട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. മൃതദേഹം ആലപ്പുഴ വണ്ടാനം ഗവൺമെന്റ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് 4 പേർക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം. ജാഗ്രതാ നിർദ്ദേശം. അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച തിരുവനന്തപുരത്ത് നിരീക്ഷണം കർശനമാക്കാൻ ആരോഗ്യവകുപ്പ്. നിരീക്ഷണത്തിലുള്ള ഒരാളുടെ സാമ്പിൾ ഫലം ഇന്ന് കിട്ടിയേക്കും. രോഗം സ്ഥിരീകരിച്ച 4 പേർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. കഴിഞ്ഞ 23-ന് മരിച്ച യുവാവ് ഉൾപ്പെടെ 5 പേർക്കാണ് ജില്ലയിൽ ഇതുവരെ രോഗം സ്ഥിരീകരിച്ചത്. ഇവരെല്ലാം നെയ്യാറ്റിൻകര നെല്ലിമൂട് സ്വദേശികളാണ്. ചികിത്സയിലുള്ള ഒരാളുടെ ആരോഗ്യനിലയിൽ പ്രശ്നങ്ങളുണ്ട്. മറ്റുള്ളവരുടെ നില തൃപ്തികരമാണ്. രോഗബാധ ഉറവിടമെന്ന് കരുതുന്ന കാവിൻകുളത്തിൽ കുളിച്ച കൂടുതൽ പേർക്ക് രോഗം പടരാനുള്ള സാധ്യത ആരോഗ്യവകുപ്പ് മുന്നിൽ കാണുന്നുണ്ട്. ഛർദി, തലവേദന, കഴുത്തിന്റെ പിൻഭാഗത്ത് വേദന തുടങ്ങിയ രോഗലക്ഷണങ്ങളുണ്ടായാൽ ഉടൻ തന്നെ ചികിത്സ തേടണമെന്നാണ് നിർദ്ദേശം. തിരുവനന്തപുരത്ത് ആദ്യമായാണ് അമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്യുന്നത്. വീടുകൾ തകർന്ന് അപകടം. സ്ത്രീ മരിച്ചു. നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നതായി റിപ്പോർട്ട്. വീടുകൾ തകർന്ന് സ്ത്രീക്ക് ദാരുണാന്ത്യം. നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നതായി സംശയം. ഇവരെ രക്ഷിക്കാനുള്ള ശ്രമം തുടരുകയാണ്. ഉത്തർപ്രദേശിലെ വാരണാസിയിൽ പ്രശസ്തമായ കാശി വിശ്വനാഥ ക്ഷേത്രത്തിന് സമീപമുള്ള 2 വീടുകളാണ് തകർന്നത്. 70 വർഷത്തിലേറെ പഴക്കമുള്ള വീടാണ് തകർന്നത്. നഗരത്തിൽ കനത്ത മഴയെ തുടർന്ന് വീടുകൾ തകർന്നെന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ കൌശൽ ശർമ്മ പറഞ്ഞു. ദേശീയ ദുരന്ത നിവാരണ സേനാ സംഘം 5 പേരെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് സുരക്ഷിതമായി രക്ഷപ്പെടുത്തി ആശുപത്രിയിലെത്തിച്ചു. ബാക്കിയുള്ളവർക്കായി തിരച്ചിൽ തുടരുകയാണ്.